മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ATRMS ആണ്. അപ്പം നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഒരു ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഫംഗ്ഷൻസിനെ കുറിച്ചിട്ടാണ്. അപ്പം നമുക്കറിയാം ഒരു സെല്ലിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ന്യൂക്ലിയസ് അല്ലേ. അപ്പോൾ ഇവിടെ മിസ് ഒരു സെല്ലിൻ്റെ സിമുലേഷൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഒരു സെല്ലിൻ്റെ ഏറ്റവും സെൻറ്റർ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ന്യൂക്ലിയസ് ആണ് അല്ലേ. ഈ ന്യൂക്ലിയസ് ആണ് ബാക്കിയുള്ള എല്ലാ സെൽ ഓർഗനൽസിനെയും കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ഒക്കെ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഈ ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ആ ഒരു ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഫംഗ്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. മാത്രമല്ല ന്യൂക്ലിയസിൻ്റെ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ആ ഒരു ഡയഗ്രാം മിസ്സിനെ പോലെ വരയ്ക്കാൻ അറിയാത്ത കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലെ വരയ്ക്കാൻ അറിയാത്തവർക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഡയഗ്രാം വരച്ചെടുക്കാം എന്നുള്ളതും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നതായിരിക്കും. റെഡി ആണല്ലോ? അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട, നമുക്ക് വേഗം തന്നെ ഡ്രോയിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം ഓരോ ഭാഗങ്ങളും. ഓക്കെ, റെഡി? അപ്പോൾ അതേ വേഗം നോക്കിക്കോ. ഇതാണ് നമ്മുടെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ രണ്ട് തരത്തിൽ നിങ്ങൾക്ക് ഇത് വരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യത്തെ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതി മിസ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അതിന് വലിയ പ്രയാസമൊന്നുമില്ല. ജസ്റ്റ് 2 വട്ടം വരയ്ക്കാം. അതായത് ഇവിടെ നമ്മളൊരു വട്ടം വരച്ചു, ദെൻ അതേപോലെ തന്നെ ഒരു വട്ടം എന്ത് ചെയ്യുക, വീണ്ടും ഒരെണ്ണം കൂടെ വരയ്ക്കാം. ഓക്കെ, ഇതേപോലുള്ളൊരു വട്ടം നമ്മൾ വീണ്ടും വരയ്ക്കാം. റെഡി? അപ്പോൾ നമുക്കതൊരു ഡബിൾ ലെയർഡ് പോലെ ഫീൽ ചെയ്തില്ലേ? കാരണം നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഡബിൾ ലെയർഡ് ആയിട്ടുള്ള ഒരു മെംബ്രെയിനിയസ് കവറിംഗ് ഒക്കെ ഉള്ള ഒരു സെൽ ഓർഗനലാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിൻ്റെ ഈ ന്യൂക്ലിയസിൻ്റെ ഈ ഒരു കവറിങ്ങിൽ നോക്കുകയാണെങ്കിൽ അതിൽ ചെറിയ ചെറിയ കുട്ടി കുട്ടി ഓട്ടകൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചെറിയ ചെറിയ പോസ്, മൈന്യൂട്ട് ആയിട്ടുള്ള പോസ് നമ്മൾ അവിടെ കാണിക്കണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളിപ്പോൾ പെൻസിൽ കൊണ്ടാണ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അവിടെ ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ അവിടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതേപോലെ. ഓക്കെ, ആ ഇടഭാഗം മാത്രം ഒന്ന് മാച്ചു കൊടുത്താൽ മതി. ഓക്കെ, സെറ്റായില്ലേ? ഇനി എന്ത് ചെയ്യുക, ഇനി വീണ്ടും നമ്മളിതാ എടുക്കുക. എന്നിട്ട് ആ ഭാഗം എന്ത് ചെയ്യുക, ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പോർസുകൾ ഈ കവറിങ്ങിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ലെയറിനെ, ഡബിൾ ലെയർഡ് ആയിട്ടുള്ള ഈ മെംബ്രെയിനെ നമ്മൾ എന്താ വിളിക്കുക? അതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് നമ്മൾ പറയും. ന്യൂക്ലിയർ മെംബ്രെയിൻ. അതേപോലെ തന്നെ ഈ ചെറിയ ചെറിയ ഓപ്പണിങ്ങിലെ കുട്ടി കുട്ടി ഓട്ടകൾ, അതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ പോർ എന്ന് പറയും. റെഡി? ചെറിയ ചെറിയ ഓട്ടകൾ. ഇനി അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ആരെ കാണാനായിട്ട് സാധിക്കും? ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് വേറൊരാളെ കാണാൻ സാധിക്കും. ഓക്കെ, ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഇതേപോലെ വേറൊരു റൗണ്ട് ബോഡീനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ റൗണ്ട് ബോഡിയുടെ പേരെന്താണെന്ന് അറിയാം മക്കളെ? ഇതിനെയാണ് നമ്മൾ ന്യൂക്ലിയോലസ് എന്ന് പറയാം. ന്യൂക്ലിയോലസ്. ഓക്കെ, അപ്പം നമ്മുടെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന, ഇപ്പം സെല്ലിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് കാണുന്ന പോലെ തന്നെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന റൗണ്ട് ബോഡിയാണ് എന്ത്? അതാണ് ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത്. ഇപ്പം റൈബോസോം സിന്തസിസിലേക്കാണ് എന്ത് സഹായിക്കുന്നത്? അതായത് റൈബോസോമിൻ്റെ സബ് യൂണിറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് ഈ പറയുന്ന ന്യൂക്ലിയോലസ് സഹായിക്കുന്നത്. റെഡി? സെറ്റ് ആണല്ലോ? ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്ലൂയിഡ് പാർട്ട് ഉണ്ട്. ഓക്കെ, നമ്മുടെ സെല്ലിനുള്ളിൽ സൈറ്റോപ്ലാസം എന്നുള്ള രീതിക്കൊക്കെ ഇവിടെ എന്താണ്, ഒരു ഫ്ലൂയിഡ് പാർട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഫ്ലൂയിഡ് പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? ഈ ഫ്ലൂയിഡ് പാർട്ടിനെയാണ് ന്യൂക്ലിയോപ്ലാസം എന്ന് പറയും. ന്യൂക്ലിയോപ്ലാസം എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, ഇനി അത് കൂടാതെ തന്നെ ഇവിടെ എന്തുണ്ട്? ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കുറേ വലക്കണ്ണികൾ പോലെ, കുറേ നെറ്റ്വർക്ക് പോലെ നമുക്കിവിടെ കുറേ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. റെഡി? ഈ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സിൻ്റെ ഉള്ളിലാണ് ആരുണ്ടാവുക? നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ത്രെഡ് ലൈക്ക് സ്ട്രക്ചറിനെ നമ്മൾ എന്തായിരിക്കും വിളിക്കുക? ഇതിനെയാണ് നമ്മൾ ക്രോമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറയും. ഓക്കെ, ക്രോമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറയും. റെഡി? സെറ്റ് ആണല്ലോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ന്യൂക്ലിയസിൻ്റെ പ്രധാനപ്പെട്ട സ്ട്രക്ചർ എന്ന് പറയുന്നത്. റെഡി ആണല്ലോ? എല്ലാവർക്കും സെറ്റായിട്ട് മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ഓരോ ഭാഗങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഓരോന്നും നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂക്ലിയർ പോർ. ഈ ഡബിൾ മെംബ്രെയിനസ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ന്യൂക്ലിയർ എൻവലപ്പ്, അഥവാ നമ്മുടെ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്നുള്ള രീതിക്ക് പഠിച്ചാലും മതി. പിന്നെ അതേപോലെ തന്നെ ഈ വലക്കണ്ണികൾ പോലെ ഇങ്ങനെ കാണപ്പെടുന്നതാണ് എന്ത്? നമ്മുടെ ക്രോമാറ്റിൻ റെറ്റിക്കുലം. അവിടെയുള്ള ഫ്ലൂയിഡ് ആണ് എന്ത്? ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്നത്. ദെൻ റൗണ്ട് ബോഡി ആണ് എന്ത്? ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതേ സാധനം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു തരത്തിൽ. ഇതിപ്പോൾ നമ്മളൊരു 2 ഡയമെൻഷനൽ ആയിട്ടല്ലേ വരച്ചത്. ഇനി നമ്മൾ കുറച്ചും കൂടെ നമുക്ക് കഴിവ് ഇങ്ങനെ കുറച്ചും കൂടെ കൂടുന്ന കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ 3 ഡയമെൻഷനായിട്ട് നമുക്ക് വരച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ വരയ്ക്കുന്നുള്ളത് മിസ്സതേ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തീരെ വരയ്ക്കാറില്ലെങ്കിൽ ഇങ്ങനെ വരച്ചാൽ മതി. ഇനി കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് വരയ്ക്കണം, അല്ല നമ്മുടെ കഴിവ് നമുക്ക് കാണിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ചിലപ്പോൾ മിസ് വരയ്ക്കുന്നത് ചിലപ്പോൾ കൊള്ളാവാൻ സാധ്യതയുണ്ട്, പക്ഷെ എന്നിരുന്നാലും നമ്മൾ ട്രൈ ചെയ്യാം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിങ്ങനെ
ഇതെന്താ സംഭവം, ഒരു മിനിറ്റ്, ഇതേപോലെ ഒരു സ്ട്രക്ചർ കൊണ്ടുവരാം. ഓക്കെ, ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരാം. അതിന് ഏകദേശമൊക്കെ റെഡി ആയാൽ മതി. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ വളച്ചങ്ങോട്ട് കൊണ്ടുപോവാം. ഓക്കെ, റെഡി. ഇവിടെ കുറച്ചൊന്നും മായ്ക്കാനുണ്ട്. അയ്യോ, മൊത്തത്തിൽ പോയോ ഇപ്പം ശരിയാക്കി തരാം. ഇതിങ്ങനെ വരയ്ക്കുക. ഇതൊന്ന് വര അങ്ങോട്ട് ഒരു മെനിയാകുന്നില്ലല്ലോ. ഇങ്ങനെ വരയ്ക്കുക. പിന്നെ അതിന് ശേഷം ഇത് നമ്മൾ ശ്രദ്ധയോടെ വരയ്ക്കും. ഇത് വരയ്ക്കാൻ അറിയുന്ന കുട്ടികൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വരച്ചോട്ടോ. ഇത് തീരെ വരയ്ക്കാൻ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് മിസ് ഇങ്ങനെ പറഞ്ഞിരുന്നത്. ഓക്കെ, ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ദെൻ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ 3 ഡയമെൻഷനിൽ ആണല്ലോ, നമ്മൾ സംഭവമായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് നമുക്ക് 3 ഡയമെൻഷനിലൊക്കെ വരയ്ക്കാം. കട്ടി കുറച്ച് കൂട്ടിയാൽ മതിയായിരുന്നു അല്ലേ. അപ്പം ഞാൻ ഇങ്ങനെ കിടന്നിട്ട് ഇഷ്ടപ്പെടില്ലായിരുന്നു. റെഡി, ഇങ്ങനെ നമ്മൾ വേണമെന്നില്ലേ. ഇനി അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, റെഡി. ഇനി ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഈ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മളിത് ഒരു വട്ടം വരയ്ക്കാം. ഓക്കെ, റെഡി. അപ്പം ഇത്രയും റെഡി ആയല്ലോ. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം നമ്മളിത് ഇങ്ങനെ കണക്ട് ചെയ്യാം. ഈ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ അങ്ങോട്ട് ഇത് മൊത്തത്തിൽ പോവോ, അങ്ങനെ ചെയ്യരുത്. ഐഡിയ ഉണ്ട്, നമ്മുടേലാണോ ഐഡിയ ഇല്ലാത്തത്, നമ്മൾ ശരിയാക്കി തരും. ആവശ്യമില്ലാത്ത ഭാഗം എന്ത് ചെയ്യുക, അങ്ങോട്ട് മാറ്റാൻ അങ്ങോട്ട് കളയാം. റെഡി, സെറ്റ് ആണല്ലോ. അപ്പോൾ ഇത്രയാണ് എന്ത് നമ്മുടെ ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ. ഇനി നമുക്ക് എന്ത് വേണം, ഇതിൽ ഓരോ ഭാഗങ്ങൾ നമുക്ക് മാർക്ക് ചെയ്യണ്ടേ, വേണം അല്ലേ. അപ്പോൾ ദേ നമുക്ക് നോക്കാം, ഇത് നമുക്കറിയാം എന്താണ്, ഇതൊരു ഡബിൾ മെംബ്രെയിനിയസ് ലെയർ ആണ്. അപ്പോൾ ദേ ഒരു ഡബിൾ മെംബ്രെയിൻ പോലെ തന്നെ എന്ത് ചെയ്യുക, ഇവിടെ ഇങ്ങനെ നമ്മൾ വരച്ചങ്ങോട്ട് കൊടുക്കുക. ഡബിൾ മെംബ്രെയിനിയസ് ആയിട്ടുള്ള കവറിങ് ആണ് ഇതേ നമ്മൾ വരച്ചിട്ടുള്ളത്. 3 ഡയമെൻഷൻ ആയതുകൊണ്ട് നമ്മൾ ഉള്ളിലത്തെ കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ ചുറ്റും ആരുണ്ട്, ചുറ്റും ദേ നമ്മുടെ ക്രോമാറ്റിൻ റെറ്റിക്കുലം ഉണ്ട് അല്ലേ. നല്ല നെറ്റ്വർക്ക് പോലെ ക്രോമാറ്റിൻ റെറ്റിക്കുലം ചുറ്റുമായിട്ട് ഇങ്ങനെ ഇങ്ങനെ കണ വരച്ചു കൊടുത്താൽ മതി. ഓക്കെ, റെഡി. അങ്ങനെ ദേ നമ്മൾ വരച്ചെടുത്തു. ഓക്കെ, റെഡി അല്ലേ, സെറ്റ് അല്ലേ. സംഭവം ദേ നമ്മുടെ ക്രോമാറ്റിൻ റെറ്റിക്കുലം ദേ അവിടെ റെഡിയായി. ഇനി ഒരു സംഭവം നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ എന്തുണ്ട്, ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള പോർസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുട്ടി ഓട്ടകൾ ഇருக்கு. അപ്പം അതെ അതിനെയും ദേ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കാം. ഇത്രയുള്ള സംഭവം കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇതിൽ ഭാഗങ്ങൾ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അപ്പം ഇതിൽ ഈ കുട്ടി ഓട്ടകളായിട്ട് മിസ് വരച്ച ഏതായിരുന്നു, അതാണ് നമ്മുടെ ന്യൂക്ലിയർ പോർ. റെഡി, സെറ്റ് ആണല്ലോ. ഇനി അതേപോലെ തന്നെ ഈ നമ്മൾ ലെയർ വരച്ചില്ലേ, ഇതിന്റെ കവറിങ്, ഈ കവറിങ്ങിന് നമ്മൾ എന്താ പറയാ, ന്യൂക്ലിയർ മെംബ്രെയിൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് വേണമെങ്കിലും പറയാം, ന്യൂക്ലിയർ എൻവലപ്പ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഉള്ളിൽ ഈ നെറ്റ്വർക്ക് പോലെ കാണിച്ചത് അതേതായിരുന്നു, ക്രോമാറ്റിൻ റെറ്റിക്കുലം. അവിടെയാണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽസ് ഒക്കെ കാണുന്നത്. ഓക്കെ, ഇനി അതിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെന്റർ അതിനെ നമ്മൾ എന്താ പറയാ, അതാണ് ന്യൂക്ലിയോലസ്. റെഡി, സെറ്റ് ആയല്ലോ. അപ്പം ഇത്രയുള്ളൂ. അപ്പം സിമ്പിളായിട്ട് ഇതേ മിസ്സിന് വരയ്ക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായി വരയ്ക്കാൻ അറിയുന്ന ആൾക്കാർ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ തന്നെ നന്നായിട്ട് അടിപൊളിയായിട്ട് തന്നെ വരച്ചോളൂ. അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് മിസ് ഈ ഒരു രീതിക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ എന്താ ചെയ്യുക, അടിപൊളിയായിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്. ഓക്കെ, മിസ് പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്. അപ്പോൾ മാക്സിമം മിസ്സിനെ കൊണ്ട് പറ്റിയ സ്ഥിതിക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് മിസ്സിൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മിസ് ഒരു സിമ്പിൾ നോട്ട് പറഞ്ഞുതരാം. അപ്പൊ അതിന്റെ കവറിങ് അല്ലെ, നമുക്ക് ആദ്യം അറിയാം നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണ്, സെന്റർ ഓഫ് എ സെല്ലാണ്. അവരാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സെല്ലിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം എല്ലാ സെൽ ഓർഗനൽസിനെയും കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ഒക്കെ ചെയ്യുന്നത് ആരാണ്, നമ്മുടെ ന്യൂക്ലിയസ് ആണ്. പിന്നെ അതുകൂടാതെ എന്താണ്, ന്യൂക്ലിയസിന് ഒരു കവറിങ് ഉണ്ട് അല്ലെ, ആ കവറിങ്ങിനെയാണ് നമ്മൾ ന്യൂക്ലിയർ മെംബ്രെയിൻ അഥവാ ന്യൂക്ലിയർ എൻവലപ്പ് എന്നുള്ള രീതിക്ക് നമ്മൾ പറഞ്ഞത്. പിന്നെ ന്യൂക്ലിയർ പോർ, ഈ ന്യൂക്ലിയർ പോറിന്റെ ഉള്ളിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ന്യൂക്ലിയസിന്റെ ഉള്ളിലേക്കും പുറത്തേക്കൊക്കെ എന്ത് ചെയ്യുന്നത്, മെറ്റീരിയൽസ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഓക്കെ, പിന്നെ ന്യൂക്ലിയസ്
ന്യൂക്ലിയോലസ്. ഈ ന്യൂക്ലിയോലസിലാണ് എന്ത് ചെയ്യുന്നത്? ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന റൗണ്ട് ബോഡിയാണ് എന്ത് നമ്മുടെ ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത്. അവിടെയാണ് എന്ത് നടക്കുന്നത്? റൈബോസോംസിന്റെ സബ് യൂണിറ്റ്സിന്റെ സിന്തസിസ് ഒക്കെ നടക്കുന്നത്. അതായത് റൈബോസോംസിനെ റൈബോസോംസ് ഉണ്ടാക്കാനായിട്ട് അവർക്ക് വലിയൊരു റോൾ തന്നെയുണ്ട്. റൈബോസോമിന്റെ സബ് യൂണിറ്റ്സ് ഒക്കെ സിന്തസിസ് നടക്കുന്നത് ന്യൂക്ലിയോലസിന്റെ ഉള്ളിലാണ്. പിന്നീട് ഈ റൈബോസോംസ് ആണ് പിന്നീട് ഉണ്ടാവാനൊക്കെ സഹായിക്കുന്നത്, പ്രോട്ടീൻ ഒക്കെ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്നത്. പിന്നെ നമ്മുടെ ക്രോമസോംസ് അല്ലെ. ഈ ക്രോമസോംസ് എന്ന് പറയുന്നത് ആദ്യം ഒരു എന്താ പറയുക ഒരു നെറ്റ്വർക്ക് പോലെ ആയിട്ടായിരിക്കും അവിടെ കാണുന്നുണ്ടായിരിക്കും. അത് പിന്നീടാണ് റോഡ് ഷേപ്പ്ഡ് സ്ട്രക്ചർ ആയിട്ടുള്ള ക്രോമസോംസ് ആയിട്ട് മാറാം. ഓക്കെ, അത് പിന്നീട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ബാച്ചസിൽ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ ക്രോമാറ്റിക് റെറ്റിക്കുലം എന്ന് പറയുമ്പോൾ അതൊരു നെറ്റ്വർക്ക് ലൈക്ക് ആയിട്ട് കാണുന്നതാണ്. അത് പിന്നീട് എന്താ പറയുക കുറച്ചും കൂടി കണ്ടൻസ് ചെയ്തിട്ടാണ് ഈ റോഡ് ഷേപ്പ്ഡ് സ്ട്രക്ചർ ആയിട്ടുള്ള ക്രോമസോംസ് ആയിട്ട് മാറാം. ഓക്കെ, അതായത് സെല്ലൊക്കെ ഡിവൈഡ് ചെയ്യാൻ പോകുന്ന സമയത്താണ് അല്ലെ വിസിബിൾ വെൻ ദ സെൽ ഈസ് അബൌട്ട് ടു ഡിവൈഡ്. സെല്ല് ഡിവൈഡ് ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെയാണ് എന്ത് ചെയ്യുക? ഈ ക്രോമാറ്റിക് റെറ്റിക്കുലം കുറച്ചും കൂടി ഒന്ന് കണ്ടൻസ് ചെയ്തിട്ട് അവരെന്തായിട്ട് മാറുന്നു? റോഡ് ഷേപ്പ്ഡ് സ്ട്രക്ചർ ആയിട്ടുള്ള ക്രോമസോംസ് ആയിട്ടൊക്കെ മാറും. അതിൻ്റെ ഉള്ളിലാണ് ആരുണ്ടായിരിക്കുക? നമ്മുടെ ജനറ്റിക് ഇൻഫോർമേഷൻസ് ഒക്കെ അല്ലെ, നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA ഒക്കെ അതിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടായിരിക്കുക. അതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ എല്ലാ ജനറ്റിക് ഇൻഫോർമേഷൻസും അടങ്ങിയിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ന്യൂക്ലിയസിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇതിൽ ഓരോ പോർഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. റെഡി ആണല്ലോ മക്കളെ? അപ്പോൾ ഓരോ ഭാഗങ്ങളും നന്നായി പഠിച്ചു വെക്കുക. ഇനി ന്യൂക്ലിയസ് വരയ്ക്കാൻ അറിയില്ല എന്നുള്ളത് ഒരിക്കലും പറയാനായിട്ട് പാടില്ല. എല്ലാവർക്കും നന്നായിട്ട് തന്നെ ഈ ഒരു പോർഷൻ നല്ല സെറ്റാക്കി നല്ല വരച്ച് മാർക്ക് ചെയ്യാനൊക്കെ എല്ലാവർക്കും സാധിക്കട്ടെ. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളും അതേപോലെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാച്ചിൽ അടിപൊളിയായിട്ട് ആ ക്ലാസ്സസ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഈ താഴെ കാണുന്ന നമ്പറിലൊക്കെ വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക? മറക്കാതെ കമൻറ്റ് ചെയ്യുക.